ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണത് പൈതഗോറസ് സിദ്ധാന്തം എന്താണ് പറയാൻ പോകുന്നത്. പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് വശം തരും, അതിൽ നമ്മൾ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കുക. അതാണ് സിമ്പിളാക്കി പറഞ്ഞുതരാം. ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് 90 ഡിഗ്രി, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത്, ഇവിടെ വരെയുള്ള ലെങ്ത്ത് എക്സ് ആണ് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് വൈ, ലെങ്ത്ത് സെറ്റ്. ഈ പൈതഗോറസ് തിയറം എന്താ പറയുന്നത് വെച്ചാൽ, ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമായ ഈ വശം, അതായത് കർണം പറഞ്ഞാൽ ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ സമം ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ സ്ക്വയറിൻ്റെ സമ്മായിരിക്കും. ഇത് നമ്മൾ സെഡ് കിട്ടാൻ എന്ത് ചെയ്യാം? സെഡ് കിട്ടാൻ √y² + z². ഇതാണ് നമ്മളെ മെയിൻ ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1 എന്നാണ് നമുക്ക് ബാക്കിയുള്ള രണ്ട് സൈഡും കിട്ടുക. നമുക്ക് ഈ രണ്ട് സൈഡും തന്നി, ഇനി ഈ സൈഡ് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക? എക്സ് കിട്ടാൻ എന്താ ചെയ്യുക? ഇക്വേഷൻ എക്സ് കണ്ടുപിടിക്കുക. x² = z² - y², x √z² - y². ഇത് ഇക്വേഷൻ നമ്പർ 2. ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ സബ്ബാട്ടത്. ഇനി നമുക്ക് ഈ വശം അറിയാം, ഈ വശം അറിയാം. അങ്ങനെയാണ് ഈ വശം കിട്ടുക. x² - x². കൂട്ടുപോയാൽ ഇത്രയുള്ള പൈതഗോറസ് തിയറം.